ഒരു വാർത്തയിലേക്ക്. ദേശീയപാതയ്ക്കായി എടുത്ത കുഴിയിൽ വീണ് സ്വിഗ്ഗി ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി NHAI സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നതായി ദേശീയപാത അതോറിറ്റി. വെള്ളം നിറച്ച ബാരിക്കേഡുകൾ, റിഫ്ലക്റ്റീവ് ടാപ്പുകൾ, മുന്നറിയിപ്പ് ബോർഡുകൾ, വേഗ നിയന്ത്രണത്തിനുള്ള മുന്നറിയിപ്പ് എന്നിവ സ്ഥാപിച്ചിരുന്നു എന്നുള്ളതാണ് വിശദീകരണം. കൂടുതൽ വിവരങ്ങളുമായി ദിൽഷ തിലകൻ നമുക്കൊപ്പം ചേരുകയാണ്. ദിൽഷ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഫെബ്രുവരി 2-ാം തീയതി ആയിരുന്നു കോഴിക്കോട് ചേവരമ്പലത്തിന് സമീപം പനാത്ത് താഴത്ത് വെച്ചിട്ട് സ്വിഗ്ഗി ജീവനക്കാരനായിട്ടുള്ള രഞ്ജിത്ത് മരിച്ചത്. അതായത് ദേശീയപാതയ്ക്കായിട്ട് എടുത്ത കുഴിയിൽ വീണിട്ടാണ് രഞ്ജിത്ത് മരിച്ചത്. ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനി ജീവനക്കാരനായിരുന്നു രഞ്ജിത്ത്. അത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് കാരണമായ ഒരു സംഭവമായിരുന്നു അത്. കാരണം അപകടം പതിവാകുന്ന ഒരു മേഖലയായിട്ടും അധികൃതർ വേണ്ടത്ര അവിടെ ശ്രദ്ധ ചെലുത്തിയിട്ടില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ദേശീയപാതയ്ക്കായിട്ട് എടുത്ത കുഴിക്ക് സമീപം അപകടം മേഖലയാണ്. മുന്നറിയിപ്പ് ബോർഡുകളോ അതുപോലെ ഡിവൈഡറുകളോ ബാരിക്കേഡുകളോ ഒന്നും സ്ഥാപിച്ചിട്ടില്ല എന്ന തരത്തിലൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സംഭവത്തിൽ ഇപ്പോൾ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റി. അതായത് രഞ്ജിത്തിന്റെ ഭാര്യ നൽകിയ പരാതിയിലാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം വന്നിരിക്കുന്നത്. ഈ ദേശീയപാതയ്ക്കായിട്ട് എടുത്ത കുഴിക്ക് സമീപം വെള്ളം നിറച്ച ബാരിക്കേഡുകൾ, അതുപോലെ തന്നെ റിഫ്ലക്റ്റീവ് ടാപ്പുകൾ, മുന്നറിയിപ്പ് ബോർഡുകൾ, വേഗ നിയന്ത്രണത്തിനുള്ള മുന്നറിയിപ്പ് എന്നിവയെല്ലാം തന്നെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ദേശീയപാത അതോറിറ്റി ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത്. ബിനിൽ, ദിൽഷ, ഇപ്പോൾ ഇതിലൊരു സംശയമുള്ളത്, ഈ NHAI പറയുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് നേരിട്ട് ബോധ്യപ്പെടാനാവുന്ന കാര്യമായിരുന്നു. പലയിടത്തും ദേശീയപാത നിർമ്മാണം സുരക്ഷാ മാനദണ്ഡങ്ങൾ പലയിടത്തും പാലിക്കുന്നില്ല എന്ന പരാതി സംസ്ഥാനത്തിന്റെ പല കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. രാത്രിയിലാണ് ഈ അപകടം നടക്കുന്നത്. രാവിലെയാണ് ഈ സ്വിഗ്ഗി ജീവനക്കാരന്റെ മൃതദേഹം വെള്ളക്കെട്ടിൽ നിന്ന് ലഭിക്കുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ അവിടെ പോയ സമയത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, അവിടെ മുന്നറിയിപ്പ് ബോർഡുകളോ ഡിവൈഡറുകളോ ബാരിക്കേഡുകളോ ഈ പറഞ്ഞതുപോലെയുള്ള റിഫ്ലക്റ്റീവ് ടാപ്പുകൾ, വേഗ നിയന്ത്രണത്തിലുള്ള മുന്നറിയിപ്പ് എന്നുള്ള യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഒരു തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകളും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു കാര്യം എന്നുള്ളതാണ് ദിൽഷ തിലകൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ NHAI ഈ വിശദീകരണം നൽകുന്നുണ്ടെങ്കിൽ പോലും അതല്ല വസ്തുത എന്നുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുകയാണ്. ദിൽഷയാണ് വിവരങ്ങൾ നൽകിയത്.